റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ടൂറിസം വകുപ്പ് നിയമിച്ച ലൈഫ് ഗാർഡുകൾ ദുരിതത്തിലാണ്. മതിയായ സുരക്ഷാ ഉപകരണങ്ങളില്ല, വസ്ത്രം മാറാനോ പ്രാഥമിക കൃത്യം നിർവഹിക്കാനോ പോലും സൗകര്യങ്ങളില്ലെന്നാണ് പരാതി. ഉച്ചഭക്ഷണം സൂക്ഷിക്കാൻ പോലും ഇടമില്ലെന്ന് അവർ പറയുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 140 ലൈഫ് ഗാർഡുകളാണുള്ളത്. 1986 മുതൽ ഒരാളെയും ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടുമില്ല. ദിവസവേതനത്തിൽ പണിയെടുക്കുന്നവർക്ക് മറ്റു ആനുകൂല്യങ്ങളും ഇല്ല എന്നതാണ് പ്രതിസന്ധി. സർക്കാരിൻ്റെ ഒരു ദിവസവേതന തൊഴിലാളിയായിട്ടാണ് ഇതിനകത്ത് കയറിയത്. അപ്പോൾ പിന്നീട് 20 വർഷം കഴിയുമ്പോഴേക്കും നമ്മളൊരു സ്ഥിരം തൊഴിലാളിയാകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ മേഖലയിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇത് 20 വർഷം കഴിഞ്ഞിട്ടും നമുക്കൊരു സ്ഥിരം നിയമനം സംസ്ഥാന സർക്കാരുകൾ തന്നിട്ടില്ല. അതുമാത്രമല്ല, കാരുണ്യ കടലായ സംസ്ഥാന സർക്കാരുകൾ ഞങ്ങളുടെ ഫുഡ് അലവൻസ് വെട്ടിക്കുറച്ച്, റിസ്ക് അലവൻസ് വെട്ടിക്കുറച്ച്, അതുപോലെ തന്നെ യൂണിഫോം 3 വർഷം 4 വർഷം കൂടുമ്പോഴാണ് യൂണിഫോം തരുന്നത്. അതുപോലെ തന്നെ ബോണസ് എന്ന് പറയുന്നത്, ഓണം ബോണസ് എന്ന് പറയുന്നത് വെറും ഒരു 1200 രൂപ അത്രയേ കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ ഒരു ബോണസ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കക്കൂസില്ല. പിന്നെ ചുട്ടുപഴുത്ത വെയിലാണ്. ഇത്രയും റിസ്ക് എടുക്കുന്ന ഞങ്ങളെ സംസ്ഥാന സർക്കാരുകൾ കാണുന്നില്ല എന്നത് വളരെ വേദനകരമായ വളരെ വേദന നൽകുന്ന ഒരു സംഭവമാണ്. ഞങ്ങളെ ഈ കണ്ണുനീരെന്ന് പറയുമ്പോൾ ചുവപ്പ് കണ്ണുനീരാണ് ഞങ്ങളെ കണ്ണുനീര് എന്നറിയും. ഞങ്ങൾ ഇത്ര കൊല്ലം എത്രയോ ജീവനെ രക്ഷപ്പെടുത്തി. ഒരു ജീവൻ്റെ വിലയും കൂടെ ഗവൺമെൻറ് ഞങ്ങൾ തരുന്നില്ല. അതാണ് അരുൺ സോളമൻ ചേരുന്നു. അരുൺ, ഇത്രയധികം ജീവനുകൾ രക്ഷപ്പെടുത്തുന്നവർക്ക് അവർക്ക് അവരുടെ ജീവന് ഒരു വിലയും ഇല്ലാത്ത സാഹചര്യമാണ്. ഇപ്പോൾ കാവൽ സർക്കാരാണ്. പുതിയ സർക്കാർ വരുമ്പോൾ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്, അല്ലേ അരുൺ സോളമൻ? വിനീത, ഇതിലേറെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി 1986 മുതലാണ് ഇവരെ സർക്കാർ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചത്. പക്ഷേ നാളിതുവരെയുമായിട്ട് മാറി വന്ന സർക്കാരുകൾ ഒരു ഘട്ടത്തിൽ പോലും ഇവരെ സ്ഥിര നിയമനത്തിൽ കൊണ്ടുവന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് അവർ ഇന്നും തുടർന്നു വരുന്നത്. കാരണം റിട്ടയർമെന്റ് കഴിഞ്ഞു പോകുമ്പോൾ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇപ്പോഴും അവർക്ക് ലഭിക്കുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസം സംസ്ഥാനത്ത് എത്രത്തോളം താപനില ഉയർന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ അപ്പോഴും കേവലം ഒരു കുടയുടെ കീഴിൽ പല ബീച്ചുകളിലും ലൈഫ് ഗാർഡുകളെ നമുക്ക് കാണാൻ കഴിയും. അവർ ആ ചുട്ടുപഴുത്ത വെയിലിന് കീഴിലാണ് അവരുടെ ഉച്ചഭക്ഷണവുമായി ഒരു വാട്ടർ ബോട്ടിലും വെച്ച് ആ ലൈഫ് ഗാർഡുകൾ അവിടെ ഇരിക്കുന്നത്. പലരുടെയും ജീവൻ ഈ നാളുകൾക്കിടയിൽ പലപ്പോഴും അവർ രക്ഷപ്പെടുത്തി. പക്ഷേ യാതൊരുവിധ അംഗീകാരം പോലും അവർക്ക് കിട്ടുന്നില്ല. പലപ്പോഴും ഒരു കെട്ടിടം പോലും ഈ ബീച്ചുകൾക്ക് സമീപം ലൈഫ് ഗാർഡുകൾക്ക് ഒന്ന് വസ്ത്രം മാറാനോ അവരുടെ ഉച്ചഭക്ഷണം സൂക്ഷിച്ചു വെക്കാനോ ഇല്ല. മതിയായിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ്. കാലപ്പഴക്കം വന്ന സുരക്ഷാ ഉപകരണങ്ങളുമായിട്ടാണ് ഇപ്പോഴും നമ്മുടെ ബീച്ചുകളിൽ ഈ ലൈഫ് ഗാർഡുകൾ ഇപ്പോഴും ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ജില്ലയിൽ തന്നെ 140ഓളം വരുന്ന ലൈഫ് ഗാർഡുകളുണ്ട്. അവരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് തുടരുന്നത്. വിനീത, ശരി, ഏതായാലും പരിഹാരം കാണേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അരുൺ സോളമൻ വിശദാംശങ്ങൾ നൽകിയായിരുന്നു. ഈ വാർത്ത നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ